നമസ്കാരം. ഫണ്ട് 360 പുതിയ എത്തിയതിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ഒരു വീഡിയോയെ കുറിച്ചാണ്. ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് കുറേ പേര് ഒരു മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് ബേസ്ഡ് പിരമിഡ് സ്കീമിനെ കുറിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ്. ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഈ പറഞ്ഞ മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ വളരെ പ്രചാരം നേടിയിട്ടും ഉണ്ടായിരുന്നു. അതാണത്തെ ഒരു ട്രെൻഡിങ്ങും ആയിരുന്നു. അതിനുശേഷം അത് കുറച്ചൊക്കെ ഒന്ന് കെട്ടടങ്ങി. അതിനുശേഷം വീണ്ടും അടുത്തൊരു നെക്സ്റ്റ് വേവ് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒത്തിരി പേര് വീണ്ടും കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആ സംശയങ്ങൾ ചോദിച്ചപ്പോഴാണ് നമ്മൾ പണ്ട് ചെയ്ത വീഡിയോ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ്, കാരണം കാര്യമായിട്ട് ഞാൻ കമൻറ്റുകൾ കാര്യമായിട്ട് വായിക്കാറില്ല. പലപ്പോഴും ഓഫീസിൽ നിന്ന് എന്തെങ്കിലും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചിലതോ ഒക്കെ ആണെങ്കിൽ മാത്രമേ എനിക്ക് ഫോർവേഡ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. മെറ്റാഫോഴ്സിനെ കുറിച്ച് പിന്നെ നമ്മുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അതും അല്ലാത്തത് കൊണ്ട് അതിൽ വരുന്ന കാര്യമായിട്ട് കമൻറ്റ് ആരും നോക്കാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് പൊടിതട്ടിയെടുത്തപ്പോൾ എൻ്റെ കൂട്ടത്തിൽ കണ്ട കുറേ കമൻസുകൾ അത് വളരെ രസകരമായിട്ട് തോന്നി. കാരണം രസകരം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്ത പലർക്കും, അതായത് അതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് ചെയ്ത പലർക്കും ഉള്ള ഒരു കാര്യം, അവർക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഫിനാൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് 99.9% പേരും അവർ ജീവിതത്തിലൊരു ബോണ്ടിനെ കുറിച്ചോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ പോലും ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് പോലും ഇല്ലാത്തവരാണ്. ധനകാര്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു അറിവും ഇല്ലാത്തവരാണ്. ആരെങ്കിലും പറഞ്ഞ ഉടനെ ചാടി കയറി പോകുന്നവരാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും തോന്നിയില്ല. പക്ഷേ എങ്കിലും അക്കൂട്ടത്തിൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മുടെ കേരളം പോലെ ഇത്രയധികം വിദ്യാസമ്പന്നം നിറഞ്ഞിരിക്കുന്ന 100% സാക്ഷരതയുള്ള ഈ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം പേർക്ക് സാമ്പത്തിക നിരക്ഷരതയുണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അക്കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞൊരു 10 ദിവസത്തെയോ 15 ദിവസത്തെയോ പത്രങ്ങൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നാട്ടുകാരെ പറ്റിച്ചു കൊണ്ടുപോകുന്ന പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, ഇപ്പോൾ കൊലപാതകത്തെക്കാളും കൂടുതൽ നടക്കുന്നത് അതാണ്. അപ്പം അതിൻ്റെ അകത്തുള്ളൊരു വോള്യം, പ്രത്യേകിച്ച് കേരളം ഇത്തിരി പോകുന്ന ഒരു സംസ്ഥാനം പോലത്തെ കിടക്കുന്ന കേരളത്തിൻ്റെ അകത്തുനിന്ന് തട്ടിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം, അതും ഈ കമൻറ്റുകളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എൻ്റെ അത്ഭുതം താനേ ഇല്ലാതായി. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ, ഈ മെറ്റാഫോഴ്സ് അതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും പിന്നെ ചെറിയൊരു ക്ലാരിഫിക്കേഷനെ കുറിച്ചാണ്. അതിനു മുമ്പ് നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു വീഡിയോയുടെ കുറച്ച് കമൻസിലേക്ക് പോകാം. കാരണം അത് താരതമ്യേന കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് കമൻസ് ഒക്കെയാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത കാലത്തുണ്ടായിരുന്ന കുറച്ച് കമൻസ് എനിക്ക് തോന്നുന്നത് റെഗുലർ ആയിട്ടുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അത് കണ്ടുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. കാരണം ആദ്യകാലങ്ങളിൽ അവർ പലപ്പോഴും ആ ഒരു കമൻസ് ഇട്ടവരെല്ലാവരും കുറച്ചൊരു ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ടുള്ളൊരു കമൻസ് ആയിരുന്നു അതിനകത്ത് ഇട്ടിരുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഈ യൂട്യൂബ് അൽഗോരിതം കൊണ്ടോ എന്തോ, കൂടാതെ മെറ്റാഫോഴ്സിന് ഭയങ്കരമായിട്ടൊരു പ്രചുരപ്രചാരം നേടിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ മെറ്റാഫോഴ്സിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നവരും അവരൊക്കെ യൂട്യൂബിൻ്റെ അകത്ത് തപ്പിക്കഴിയുമ്പോൾ യൂട്യൂബ് അൽഗോരിതം ഇത് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് അങ്ങനെ കൂടുതൽ പേര് അതുമായിട്ട് സാമ്പത്തികമായിട്ട് വലിയ അറിവില്ലാത്ത പലരും ഇതിൻ്റെ അകത്ത് വന്നു ചാടിയതും, കൂടാതെ അതിൻ്റെ അകത്ത് ഓൾറെഡി ജോയിൻ ചെയ്തവരുമായിട്ടുള്ളവരെല്ലാം വന്നിരുന്നിട്ട് ക്യൂവായി നിന്ന് ചീത്ത പറഞ്ഞു എന്ന രീതിയിൽ വേണം നമുക്ക് കണക്കാക്കാൻ. മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ അകത്ത് വീണ്ടും കുറേ പേര് വന്നിട്ട് കൂടുതൽ പഠിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കൂടുതൽ പഠിച്ച കാര്യങ്ങളും ആ പഠിക്കാൻ വേണ്ടി എടുത്തുള്ള ഡോക്യുമെൻസും എല്ലാം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെൻസ് ഒന്നും ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. അതൊക്കെ US സെക്യൂരിറ്റി റെഗുലേറ്റേഴ്സൊക്കെ ഉണ്ടാക്കിയതും ഫിലിപ്പൈൻസിലെ നമ്മുടെ സെബിക്ക് തത്തുല്യമായിട്ടുള്ള സെക്യൂരിറ്റി റെഗുലേറ്റേഴ്സ് ഉണ്ടാക്കിയതും അവരുടെ ജഡ്ജ്മെൻറ്റ്സും ഒക്കെയാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് പഠിക്കാനില്ല എന്നുള്ള കാര്യം ഞാൻ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ ഈ പറയുന്നവരെല്ലാവരും ഈ പറഞ്ഞ നമ്മൾ അമേരിക്ക എന്ന് പറയുന്ന വലിയ കാര്യം പറയുന്ന അവരെക്കാളും ബുദ്ധിയുള്ളവരാണ് എന്നുള്ള കാര്യം സ്വയം ചിന്തിക്കുന്നവരാണ് എന്നുള്ളതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് രസകരമായിട്ട് തോന്നി. അപ്പോൾ അതിനകത്ത് കുറച്ച് കമൻസൊക്കെ നമുക്ക് പലപ്പോഴും രസകരമായിട്ട് തോന്നുന്നുണ്ട്. അത് നമുക്ക് പറയാം. ഉദാഹരണമായിട്ട് ഇതിൻ്റെ അകത്ത് ഒരാൾ പറഞ്ഞിരിക്കുന്നൊരു കമൻറ്റ്, ചെയ്യുന്ന ബിസിനസ് പൊട്ടിയാൽ പിന്നെ എല്ലാം പൊട്ടട്ടെ എന്ന ചിന്ത ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ അവസരം നഷ്ടപ്പെടുത്തരുത്. പലരും ജോയിൻ ചെയ്യുമ്പോൾ ഫോഴ്സ് കോയിൻ വാങ്ങിയില്ല. കേവലം 1.5 വർഷം മുമ്പേ 23 രൂപ, ഇന്ന് 1200 രൂപ. അന്ന് 1 ലക്ഷം രൂപയ്ക്ക് കോയിൻ വാങ്ങിയാൽ ഇന്ന് പ്രോഫിറ്റ് എത്ര കിട്ടി? കൂട്ടി നോക്കി ആയിരിക്കും. ആരും അദ്ദേഹം കൂട്ടി നോക്കാൻ വേണ്ടി മെനക്കെട്ടിട്ടില്ല. നിങ്ങൾ ബിസിനസ് പഠിക്കുക, നിങ്ങൾ വിജയിക്കും തീർച്ച എന്നുള്ള ഫ്രീ ആയിട്ടുള്ളൊരു ഉപദേശവും നൽകിയിട്ടുണ്ട്. 23 രൂപയുള്ളത് 1200 രൂപയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. നിർഭാഗ്യവശാൽ ഈ കോയിൻ ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. മറ്റൊരു കാര്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. പല കോയിനുകളും സമാനമായിട്ടുള്ള പേരുകളുണ്ടെങ്കിൽ അത് നമ്മുടെ കോയിനാണ്, നമ്മൾ ഇറക്കിയ കോയിനാണെന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു HRC കോയിൻ്റെയൊക്കെ കേസിൽ. അതേപോലെ തന്നെയുള്ള പല കോയിനുകളൊക്കെ വരുന്നുണ്ട്. അവയെല്ലാം കയ്യിലിരിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കുന്നു, പണം കൊടുക്കുന്നു. പിന്നെ ഈ പറഞ്ഞ കോയിനുകളുടെയൊക്കെ പിന്നിലുള്ള കാര്യം, ഒരു മണി ചെയിൻ പ്രസ്ഥാനത്തിന് തത്തുല്യമായിട്ട് പണം വാങ്ങുക, അത് വിതരണം ചെയ്യുക എന്നുള്ളതായതുകൊണ്ട്
കോയിൻ്റെ പേരിലൊന്നും ഇരിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തുള്ളവർക്ക് ഇത് വലിയൊരു അത്ഭുതമായിട്ടൊന്നും തോന്നാൻ വഴിയില്ല. ഉദാഹരണമായിട്ട് ശ്രീ അധികാരി ബ്രദേഴ്സിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് എടുത്ത് നോക്കുക. ഒരു വർഷം ₹1.25 ഇരുന്നത് 597 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഏകദേശം 1000 രൂപ ഒരു വർഷം മുമ്പ് നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത് ഏകദേശം 6 ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടുമായിരുന്നു എന്നർത്ഥം. എന്തായാലും ഇദ്ദേഹം ഈ പറയുന്ന റിട്ടേൺസ് അതിൻ്റെ 7 അയലക്കത്ത് വരില്ല എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് ജോയിൻ ചെയ്തവരൊക്കെ വളരെയധികം കാശുകൾ ഉണ്ടാക്കി, ഈ വീഡിയോ കണ്ടത് കാരണം എൻ്റെ കാശ് പോയി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ പേരുണ്ട്. ഒരാൾ പറയുന്നുണ്ട് ഇതിന് പറയുന്ന അസൂയാണെന്ന് പറയുന്നു. മറ്റൊരാൾ എല്ലാവർക്കും വേണ്ടി ഉപദേശം കൊടുക്കുന്നുണ്ട്. വല്ലവരും പറയുന്നത് കേട്ട് അവസരം നഷ്ടമാക്കേണ്ട, ആദ്യം നന്നായിട്ട് പഠിച്ച് നിക്ഷേപിക്കാൻ നോക്കൂ, പാവങ്ങളെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊരാൾ പറയുന്നു ഞാൻ ജോയിൻ ചെയ്ത് 57,000 രൂപ കൊടുത്തു, 26 ദിവസം കൊണ്ട് 2 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു, അവരും ഓരോരുത്തരെ ജോയിൻ ചെയ്യിപ്പിച്ചു, എനിക്ക് 1,32,000 രൂപ ടോട്ടൽ ഇൻകം കിട്ടി. അദ്ദേഹം പറയാതെ പറയുന്നത് ഇത് ഒരു പിരമിഡ് സ്കീം അല്ലെങ്കിൽ ഒരു മണി ചെയിൻ പ്രസ്ഥാനം തന്നെയാണെന്നാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതിൻ്റെ അകത്ത് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് റിട്ടേൺസ് കിട്ടി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആരെയും പിടിച്ചുകൊണ്ട് പോയിട്ടില്ല, ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് നിയമവിധേയമാണോ അല്ലയോ എന്നുള്ളതാണ്. ഇന്നും എന്നും അന്നും ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഇന്നത്തെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു പരിപാടി നിയമവിധേയമല്ല അഥവാ നിയമവിരുദ്ധമാണെന്നുള്ളതാണ്. എന്തുകൊണ്ട് നിയമവിരുദ്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയതായിരിക്കാം. കാരണം ഇതിനകത്ത് ക്രിപ്റ്റോ കോയിൻ ട്രേഡിങ് നിയമവിരുദ്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമവിരുദ്ധമല്ല, അൺറെഗുലേറ്റഡ് ആണ്. അൺറെഗുലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംഭവിച്ച് നഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും കുറ്റം പറയാനോ കേസ് കൊടുക്കാനോ ഉള്ള ഒരു അവസരമില്ല എന്ന് തന്നെ. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിലാകട്ടെ അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിങ് നിങ്ങൾ NSE-യിലൂടെയോ BSE-യിലൂടെയോ മെട്രോപൊളിറ്റൻ എക്സ്ചേഞ്ച് വഴിയോ നടത്തുന്നതിൻ്റെ അകത്ത് അല്ലെങ്കിൽ MCX വഴി നടത്തുന്നതിൻ്റെ അകത്ത് ഒരു റെഗുലേറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാശ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാത് ആളുകളെ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ കഴിയും. മറ്റേത് അൺറെഗുലേറ്റഡ് ആണ് ക്രിപ്റ്റോ കോയിൻ ട്രാൻസാക്ഷൻ. അതേസമയം ഇവിടെ നടക്കുന്നത് ക്രിപ്റ്റോ കോയിൻ ട്രാൻസാക്ഷൻ അല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇദ്ദേഹം ലാസ്റ്റ് കമൻറ്റ് പറഞ്ഞ ആൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരാളെ ചേർക്കുന്നു, ആ ചേർത്ത ആളുകൾ അയാൾ 2 ആൾ ചേർക്കുന്നു, വീണ്ടും 2 പേരെ ചേർക്കുന്നു. ഇതൊരു പിരമിഡ് സ്കീം പോലെ പോകുന്നു. ഇദ്ദേഹത്തിന് ചുരുങ്ങിയ മാസത്തിനുള്ളിൽ ഈ ചേർത്തവരുടെ അടുത്തൊക്കെ കിട്ടിയ പൈസ എല്ലാം കൂടെ വെച്ച് ഇദ്ദേഹത്തിന് പൈസ കുറേ തിരിച്ചും കിട്ടി. പിരമിഡ് സ്കീം അല്ലെങ്കിൽ മണി ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു രീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അവസരം നഷ്ടപ്പെട്ടു എന്ന് പലപ്പോഴും പറഞ്ഞ് നിലവിളിക്കുന്നത് തത്തുല്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഈ ഒരു നിലവിളി പലപ്പോഴും ഇനിയിപ്പോൾ വന്നിട്ട് നമ്മളിവിടുത്തെ കഞ്ചാവ് കച്ചവടക്കാർ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും നിലവിളിക്കാനുള്ള സാധ്യത ഇത്തരത്തിലാണെങ്കിൽ വളരെ കൂടുതലാണ്. മറ്റൊന്നുകൊണ്ടല്ല, ഈ കഞ്ചാവ് കച്ചവടം എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളിലും അത് നിയമവിധേയമാണ്. അപ്പം എനിക്ക് തത്തുല്യമായിട്ടുള്ള ഒരു ലാറ്റിൻ അമേരിക്കയിൽ കഞ്ചാവ് കച്ചവടം നടത്തിയിട്ട് കഞ്ചാവ് ഉണ്ടാക്കി പ്രോസസ്സ് ചെയ്ത് കച്ചവടമൊക്കെ നടത്തിയിട്ട് കോടികൾ ഉണ്ടാക്കുന്നു, അവരെല്ലാം കോടീശ്വരന്മാരായി. ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും കാരണം എനിക്കിവിടെ കഞ്ചാവ് കച്ചവടം നടത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നതിന് തത്തുല്യം തന്നെയാണ് ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ പറ്റാതെ എനിക്ക് നിങ്ങൾ നഷ്ടമുണ്ടാക്കി എന്ന് പറയുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പൊളിഞ്ഞു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. അതിൻ്റെ വളരെ ഉത്തമ ഉദാഹരണമാണ് ഈ നാട്ടിലുള്ള കള്ളവാറ്റ്. അതൊരു പരമ്പരാഗത നിയമവിരുദ്ധമായിട്ടുള്ളൊരു വ്യവസായമാണ്. പക്ഷേ എങ്കിലും ഇന്നും അത് നിലനിൽക്കുന്നു. അത് നടത്തുന്നവർ പലരും കാശും ഉണ്ടാക്കുന്നു. അതിൻ്റെ അകത്തും നിയമവിരുദ്ധമായിട്ടുള്ളതെല്ലാം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് പോകുമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതും അതുപോലെ തന്നെയുള്ളൂ. അതുകൊണ്ട് ഒരു രാജ്യമെന്ന രീതിയിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. ഇവിടെ നിയമങ്ങൾ അനേകമുണ്ട്. ആ നിയമങ്ങളെക്കുറിച്ച് അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു കുറ്റമല്ലെങ്കിൽ കൂടിയും അറിവില്ലായ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിയമം വെറുതെ വിടില്ല. അതുകൊണ്ടാണ് നിയമത്തിൻ്റെ ആപ്തവാക്യമായിട്ട് നമ്മൾ സാധാരണ ലാറ്റിൻ ഫ്രേസ് പറയുന്നത് ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ് എന്നാണ് പറയാറ്. പല ലോ കോളേജുകളിലും ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇതാണ്. അതായത് നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസായിട്ട് പറയുന്നില്ല, ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല. അതാണ് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാനുള്ളൊരു കാര്യം, ഇത്രയും വലിയ ഹയർ റിസ്ക് എടുത്തിട്ട് കോട്ടിട്ടുള്ള ആരെങ്കിലും നിങ്ങളോട് വന്നിട്ട് ഇതിനകത്ത് കാശിടൂ നിങ്ങളെ പണക്കാരനാക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിൽ ഓടി വരേണ്ട ഒരു കാര്യം ഇത് നിയമവിധേയമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന് കൂടുതലായിട്ടുള്ള ഡേറ്റ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഈ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ലിങ്ക് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അടുത്തിടെ ഒരു 3-4 മാസം മുമ്പ് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ടും ഒരു ചൈനീസ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സസ്പെക്റ്റഡ് ക്രിപ്റ്റോ കറൻസി സ്കാം മെറ്റാഫോഴ്സ് സ്പ്രെഡ്സ് ക്വിക്ലി ഓൺ ചൈനീസ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ട്. ചൈനീസ് ഗവൺമെൻറ് ഇത് ഓൾറെഡി ബാൻ ചെയ്തു, പക്ഷേ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത് കൂണ് പോലെ മുളച്ചു പൊന്തുന്നു എന്നാണ്. അപ്പോൾ അതിനകത്ത് ചൈനീസ് ഗവൺമെൻറ് എന്തുകൊണ്ട് ഇത് ബാൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പിരമിഡ് സ്കീമായിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് ബാൻ ചെയ്തത്. ഒരു ഫോഴ്സ് കോയിൻ എന്ന് പറയുന്നു. ഫോഴ്സ് കോയിൻ്റെ അണ്ടർലൈങ് അസറ്റ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതൊരു വെറും സ്മാർട്ട് കോൺട്രാക്റ്റ് ആണെന്നോ എതറിയം ബേസ്ഡ്
ആൽഗോ യൂസ് ചെയ്യുന്നുള്ളത് മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷേ പണം കൈമാറ്റം ചെയ്തു പോകുന്നു ഫോഴ്സ് കോയിൻ എന്ന പേരിൽ എന്നുള്ളത് മാത്രമാണ് നടക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു വലിയൊരു ഗവൺമെൻറ് വളരെയധികം അന്വേഷണങ്ങൾ നടത്തിയിട്ട് അത് ഇല്ലീഗലാണെന്നും കണ്ടിട്ട് ബാൻ ചെയ്യുമ്പോൾ, ഇത് എനിക്ക് തോന്നുന്നു ബാൻ ചെയ്തിട്ടുള്ള 16ാമത്തെ രാജ്യമാണ് ലോകം മുഴുവൻ. അപ്പോൾ ചൈനീസ് ഗവൺമെൻറ് അങ്ങനെ പറയുന്നു. പിന്നെ കുറച്ചു കാലം മുമ്പുള്ള നമ്മുടെ ഒരു മാതൃഭൂമി വാർത്തയുണ്ടായിരുന്നു, ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ മണി ചെയിൻ തട്ടിപ്പ്. അതേ സംഭവം തന്നെയാണ്, അതേ മെറ്റാഫോഴ്സ് തന്നെ. ഇദ്ദേഹം 28 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് പിന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം സത്യത്തിൽ പറഞ്ഞാൽ തട്ടിയെടുക്കുകയല്ല ചെയ്തത്, ഇദ്ദേഹം ക്യാൻവാസ് ചെയ്തതിൻ്റെ അകത്തുള്ളത് തെറ്റായിട്ടാണ്. അതായത് ഇദ്ദേഹം പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് കാശിട്ടാൽ കിട്ടുമെന്നാണ്. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ കൂടുതൽ ആളുകളെ താഴെ ചേർത്ത് ആ കിട്ടുന്ന കാശാണ് വീതം വെച്ച് തരുന്നതെന്ന് ഇദ്ദേഹം പറയാൻ മറന്നുപോയി. അങ്ങനെ കാശിട്ടവർക്ക് കാശ് പോയെന്നാണ്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വിലപ്പെട്ട കാശ് കൊണ്ടുപോയി ഇടുമ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നുമില്ല. നിയമം നിങ്ങളെ സഹായിക്കാനും എത്തില്ല എന്നുള്ളത്. നഗരത്തിലെ ആഡംബര ഹോട്ടലുകളിൽ ഹാൾ ബുക്ക് ചെയ്ത് പ്രചോദന ക്ലാസുകൾ നടത്തിയാണ് പ്രതികൾ പദ്ധതിയിലേക്ക് ആളെ ചേർക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ടിപ്പിക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളും നടക്കുന്നത് പോലെ തന്നെ. കാര്യങ്ങൾ വളരെ ലളിതമാണ്. നാട്ടിലെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന നിക്ഷേപങ്ങളിൽ മാത്രം നിങ്ങൾ നിക്ഷേപിക്കാൻ നോക്കുക. മറ്റൊന്നും കൊണ്ടല്ല. നഷ്ടപ്പെട്ട പണം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരാതിയെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. മറ്റൊരു കാരണം, റെഗുലേറ്റഡ് അല്ലാത്തതും നിയമവിധേയമല്ലാത്തതുമായിട്ടുള്ളതിൻ്റെ അകത്തുള്ള നിക്ഷേപം, ആ പോകുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണകളൊന്നുമില്ല. കഷ്ടകാലത്തിന് ഈ പണം രാജ്യദ്രോഹ കുറ്റത്തിനോ മറ്റെന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ നിഷ്കളങ്കരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള പലരും ഇക്കാര്യത്തിൻ്റെ അകത്ത് പ്രതി ചേർക്കപ്പെട്ടേക്കാം. എല്ലാ കാലത്തും പണം നഷ്ടപ്പെടുന്നത് നിരപരാധികളുടെ ആണല്ലോ. അപ്പോൾ ഇതോടുകൂടി പഠിക്കാൻ പറഞ്ഞവർക്ക് എല്ലാവർക്കും തൽക്കാലം സമാധാനമായി കാണുമെന്ന് കരുതുന്നു. എങ്കിലും കുറേ പേർ ഇനിയും പഠിക്കണമെന്ന് പറയും. കാരണം നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ ചില വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വലിയൊരു ലീഡർ എന്നെ ഒരു ദിവസം അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ്, നിങ്ങൾ ഈ പറയുന്ന പോലത്തെ വലിയ വിലയൊന്നും ഞങ്ങൾ ഇടുന്നില്ല, ഇതിൻ്റെ DP പ്രൈസ് വളരെ ചുരുങ്ങിയ വിലയാണ്, നിങ്ങൾ പറയുന്നത് അതിൻ്റെ MRP ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു ഡിഷ് വാഷിംഗ് സോപ്പ് ബാറിൻ്റെയാണ്. അത് നമ്മുടെ പ്രിലിനേക്കാളോ നാട്ടിൽ കാണുന്ന വിമ്മിനേക്കാളും ഒക്കെ ഇരട്ടി വരിയോളമുള്ള ഒരു സംഭവമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു സെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൻ്റെ DP പ്രൈസ് വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ അകത്തുള്ള നിലനിൽക്കുന്ന ചോദ്യം, ഈ MRPക്കോ ഈ പറഞ്ഞ വിലയ്ക്കൊക്കെ അല്ലേ നിങ്ങൾ വിൽക്കുന്നുള്ളൂ? മാക്സിമം 50% ഡിസ്കൗണ്ട് ചെയ്താൽ പോലും നാട്ടിലെ പേരെടുത്ത പല മൾട്ടിനാഷണൽസിൻ്റെയും ഈ പ്രോഡക്റ്റിൻ്റെ തത്തുല്യമായി മാറുകയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഇത്തരത്തിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്തൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളവർക്ക് അവർക്ക് യുക്തി എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നുകൊണ്ട് വർക്കൗട്ട് ആകില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതെല്ലാം സമ്മതിച്ചിട്ട് ഞാനവിടെ ആ ഒരു സംസാരം അവിടെ നിർത്തുകയാണ് ചെയ്തത്. കാരണം പലപ്പോഴും ഫിനാൻസിൻ്റെ ബേസിക്സോ എക്കണോമിക്സിൻ്റെ ബേസിക്സോ അറിയാത്തവരാണ് ഇക്കാര്യത്തിനകത്തേക്ക് വന്ന് ചാടിക്കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ളവർ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ നേതാക്കന്മാരാവുന്നു. കാരണം പലതരത്തിലുള്ള പണങ്ങൾ കിട്ടുമ്പോൾ അവർ ഇതേ യുക്തിബോധമില്ലായ്മ മറ്റു കുറേ പേരിലേക്ക് കൂടി കുത്തിവെക്കുന്നു. ഈ ഒരു യുക്തിബോധമില്ലായ്മയുടെ ശൃംഖല വളർന്നു വരുന്നു. ഞാൻ ഈ പറഞ്ഞ സകല കാര്യങ്ങളും യുക്തിയോടുകൂടി ചിന്തിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി ആരും ഇത് കാണണമെന്നോ പഠിക്കണമെന്നോ വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങളുടെ പ്രചാരം ഈ നാട്ടിൽ നേടിക്കഴിഞ്ഞപ്പോൾ കുറേ പേരൊക്കെ കുറച്ചെല്ലാം ഇരുന്ന് ഫിനാൻസിനെ കുറിച്ചും എക്കണോമിക്സിനെ കുറിച്ചും മാക്രോ എക്കണോമിക്സിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടി എഫേർട്ട് എടുത്തു. അങ്ങനെ കുറേ പേരൊക്കെ ഈ പറഞ്ഞതിനെക്കുറിച്ച് കുറേ അറിവുകൾ നേടി എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു സത്യമായിട്ട് നിലനിൽക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അനേകം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇവിടെ വളരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ ഉള്ള സാമ്പത്തിക നിരക്ഷരതയാണ്. അക്കാര്യത്തിൻ്റെ അകത്ത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും സിലബസ് ഒന്നും മാറുന്നില്ലെങ്കിൽ കൂടിയും വീടുകളിൽ വെച്ചിട്ടെങ്കിലും അതിനെ കുറച്ചൊക്കെ മാതാപിതാക്കൾക്ക് ശ്രമിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അടുത്ത തലമുറയെ കാത്തിരിക്കുന്നത് പിടിച്ചുപറിയും മോഷണമൊന്നുമല്ല, സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട് വഞ്ചിക്കപ്പെടുക എന്നുള്ളതാണ്. ഇതോട് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് ദീർഘമായിട്ടുള്ള അധ്യായമായിരുന്നു എന്നുള്ളത് അറിയുമെങ്കിൽ കൂടി മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.